അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രഭാതം ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കട്ടെ. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. അല്പനിമിഷം ചിന്തയ്ക്കായി മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ പ്രകടനം. നിങ്ങൾ നിങ്ങളുടെ വാക്കുകളിൽ യഹോവയെ മുഷിപ്പിക്കുന്നു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ് ഇത്. പുരോഹിതന്മാർക്കും അവരുടെ ശുശ്രൂഷയ്ക്കും അനുഗ്രഹത്തിനായി ദൈവം കൊടുക്കുന്ന മലാക്കി പ്രവാചകനോട് പറയുന്ന ഒരു ദൂതാണ്. പലപ്പോഴും നമ്മുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തെ നമ്മൾ മുഷിപ്പിക്കാറുണ്ട്. സ്തോത്രം. പലപ്പോഴും ഒരു വാക്കല്ല, ഒരു ദിവസം പറയുന്നതും അനേക വാക്കുകൾ ഓരോ ദൈവകുഞ്ഞുങ്ങളുടെയും വായിൽ നിന്ന് പുറത്തു വരുമ്പോൾ അത് ദൈവഹിതമുള്ളതായിരിക്കട്ടെ. വചനം പറയുന്നത് നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും, പ്രൈസ് ദി ലോർഡ്. അടുത്ത് പറയുന്നത് ഉപ്പിനാൽ രുചിയേറിയതുമായിരിക്കട്ടെ. സ്തോത്രം. ആമേൻ. ഒരിക്കലും ഒരു വാക്ക് ഒരു അനുഗ്രഹത്തെ തടയരുത്. സ്തോത്രം. പലപ്പോഴും അനുഗ്രഹങ്ങൾ തടയുന്നത് വാക്കുകൾ കൊണ്ടാണ്. ദൈവം വാഴ്ത്തത്വം ചെയ്ത ദൈവം നിവർത്തിക്കുന്നതിന് തൊട്ടു മുൻപ് ഇസ്രായേലിലും യെരുശലേമിലും ഉള്ള മിക്ക വ്യക്തികളും യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് മുമ്പിലോട്ട് പോകുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ഇപ്പോഴോ പുരോഹിതന്മാരെ ഈ ആജ്ഞ നിങ്ങളോട് ആകുന്നു. സ്തോത്രം. നിങ്ങൾ അനുസരിക്കാതെയും, നോക്കിക്കേ കണ്ടോ, പലപ്പോഴും അനുസരണം നഷ്ടപ്പെട്ട ചില വ്യക്തികളെ കാണാൻ കഴിയുന്നു. എത്ര ദൈവശബ്ദം കേട്ടാലും അനുഗ്രഹത്തിന് തൊട്ടു മുൻപിൽ അവരുടെ വാഴ്ത്തത്വങ്ങളെല്ലാം നശിച്ചു പോകും. കാരണം ദൂത് കിടപ്പുണ്ട്, വാഴ്ത്തത്വം കിടപ്പുണ്ട്. ഒന്നല്ല, അനേക വാഴ്ത്തത്വങ്ങൾ. പക്ഷെ വാക്കുകൾ കൊണ്ട് ആ വാഴ്ത്തത്വം മുഴുവനും തകർത്ത് കളയുക. ദൈവകുഞ്ഞെ, നിന്റെ വാക്കിന്ന് പകൽക്കാലം ഒന്ന് മാറ്റിപ്പിടിക്കും. സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമുള്ളത് സംസാരിക്കും. അതാണ് ഏറ്റവും വലിയത്. നോക്കിയേ, പ്രവാചകൻ, പിന്നെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഇതാണ്. ഈ വാക്യം നിങ്ങൾ വായിക്കണം കേട്ടോ. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? നന്മയ്ക്ക് എന്നല്ല, തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടും ആക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പും ആക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അപ്പൊ നന്മയല്ല അവിടെ വിഷയം, തിന്മയ്ക്ക് നന്മയെന്നും. അപ്പോ തിന്മ ചെയ്താലും പറയും നന്മ തന്നെ, കുഴപ്പമില്ല, നന്മ. എന്നാൽ തിന്മയുടെ ശക്തികളെ നന്മകളാൽ ജയിക്കാൻ കഴിയും. സ്തോത്രം. തിന്മ തന്നെയാണ്. നോക്കിയേ, തിന്മയ്ക്ക് നന്മയെന്നും. അതാണ് പ്രവാചകൻ ആവർത്തിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനോട് അടുത്ത് ആലോചന കൊടുക്കുന്ന ഒരു പ്രവാചകനാണ് യെശയ്യാപ്രവാചകൻ. അപ്പൊ എല്ലാ പ്രഭാതത്തിലും എണീറ്റിരുന്ന ദൈവമേ, നീ തന്ന നല്ല പകൽവേളയ്ക്കായി സ്തോത്രം എന്ന് പറയാൻ ഇന്ന് പകൽ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെട്ട് മുൻപിലോട്ട് പോയാൽ ഒരു വലിയ അനുഗ്രഹവും വാഴ്ത്തത്വവും നമ്മുടെ മുൻപിലുണ്ട്. പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഇതുപോലെ വെളിച്ചത്തെ ഇരുട്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. സ്തോത്രം. ഇപ്പൊ വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ കണ്ണടച്ചു കഴിഞ്ഞാൽ ഇരുട്ടാകുമോ? ഒരിക്കലും ആകത്തില്ല. ഉപ്പെന്ന് തന്നെ പറയാൻ കഴിയും.
ആ ഉപ്പെന്ന് പറയുന്നതിനെ നമ്മൾ കുടിച്ചിട്ട് മധുരം എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഉപ്പ് തന്നെയാണ്, മധുരം മധുരം തന്നെയാണ്, ഇരുട്ട് തന്നെയാണ്, വെളിച്ചം തന്നെയാണ്. ഹല്ലേലൂയ. ഒരിക്കലും ഒരു വെളിച്ചത്തെ ഇരുട്ടിന് അതിജീവിക്കാൻ കഴിയില്ല. പക്ഷെ തിരിച്ച് നമ്മൾ ചിന്തിക്കണം, ഒരു ഇരുട്ടിനെ വെളിച്ചത്തിന് അതിജീവിക്കാൻ കഴിയും. നിന്നിൽ പകർന്നിരിക്കുന്നത് ഇരുട്ടിന്റെ ശക്തികളെ ജയിപ്പാനുള്ള ലോകത്തിന്റെ വെളിച്ചമാണ്. ആ ലോകത്തിന്റെ വെളിച്ചം നിന്റെ മേൽ പകർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ശടകുടഞ്ഞെണീറ്റോ ആ തിന്മ പ്രവർത്തിക്കുന്ന ശക്തികളെ, തിന്മയുടെ വാക്കുകളെ, അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് പകൽക്കാലം തകർത്തുകൊണ്ട് മുന്നേറാനുള്ള ഒരു ആത്മബലം പ്രാപിക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ ഇന്ന് പകലിൽ ശടകുടഞ്ഞെണീറ്റോ തിന്മയ്ക്ക് തിന്മയെന്നും നന്മയ്ക്ക് നന്മയെന്നും വെളിച്ചത്തിന് വെളിച്ചമെന്നും ഇരുട്ടിന് ഇരുട്ടെന്നും പറയാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകുന്ന എത്ര പേരുണ്ട്? അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുന്നു. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽവേളയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് പിന്നെയും അത്ഭുതങ്ങളെ ചെയ്യണം. ഞങ്ങളുടെ വാക്കുകളെ കുറവുകൾ ദൈവം ക്ഷമിക്കണമേ. വലിയ അത്ഭുതങ്ങളിലേക്ക് നടത്തണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.